ആക്ച്വലി ശരിക്കും ഫിലിമിലേക്ക് വരുന്നത് സ്കൂൾ ടൈമിലാണോ? +2 ഒക്കെ കഴിഞ്ഞ് ഞാൻ ഡിഗ്രി ജോയിൻ ചെയ്യാൻ നിൽക്കും. അത് ശരിക്കും അനുവിന്റെ ഇഷ്ടമായിരുന്നോ അതോ ആരെങ്കിലും വന്ന് ഇങ്ങോട്ട് ചോദിച്ചായിരുന്നു? അത് ഞാൻ അപ്രതീക്ഷിതമായിട്ടൊരു റിയാലിറ്റി ഷോയില് അവർക്ക് കണ്ടസ്റ്റൻസിനെ കിട്ടാണ്ട് വന്നപ്പോ അതിനകത്തൊരു കൊറിയോഗ്രാഫറിനെ എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. പുള്ളിക്കാരൻ എന്റെ അടുത്ത് പറഞ്ഞു, അനു ലാസ്റ്റ് ഒരു ഓഡീഷനും കൂടി ഉണ്ട്, ഒന്ന് വരുമോ, അവർക്ക് 2-3-4 പേരെ കൂടി വേണമെന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, എന്റെ ചേട്ടാ ഞാൻ എന്ത് ചെയ്യാനാ? അപ്പൊ ആ സമയത്ത് ആ കൊറിയോഗ്രാഫറിനെ എനിക്ക് അറിയാവുന്നത് ആ സമയത്തൊക്കെ ആ സമയത്ത് നമ്മുടെ ഈ ഹിന്ദു ഡിവോഷണൽ ആൽബംസ് ഒക്കെ മറ്റേ അമ്മേ നാരായണ കൈൻഡ് ഓഫ് സാധനങ്ങളൊക്കെ കുറെ ഹിറ്റായിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പൊ അങ്ങനെ 1-2 ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു പരിചയം വെച്ചിട്ടാണ് പുള്ളി എന്നെ വിളിച്ചത്. അപ്പൊ ഞാൻ ചോദിച്ചു, അയ്യോ ഞാൻ എന്ത് ചെയ്യാൻ അവിടെ വന്നിട്ട്, അതും ലാൽ ജോസ് സാറിന്റെ സിനിമയിലേക്കുള്ള നായികയെ തേടിയുള്ള റിയാലിറ്റി ഷോ. ഞാൻ പറഞ്ഞു, ഞാൻ ലാൽ ജോസ് സാറിന്റെ നമ്മൾ അങ്ങനത്തെ ഒരു തോട്ടിലേ നമ്മൾ പോകുന്നില്ലല്ലോ. അപ്പൊ ഇല്ല, ജസ്റ്റ് ഒന്ന് വായോ എന്ന് പറഞ്ഞിട്ട്, അന്ന് ശരിക്കും പത്തനാപുരത്തുനിന്ന് കൊച്ചി വരിക എറണാകുളം എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് ആണ്. എങ്ങനെ അവിടെ എത്തിച്ചേരും, എങ്ങനെ പോകും, വണ്ടിയില്ല, കൂടെ വരാൻ ആളില്ല. എന്റെ ബ്രദർ അന്ന് എബ്രോഡ് വർക്ക് ചെയ്യുന്ന സമയം. പിന്നെ എന്റെ ഒരു ഫ്രണ്ടിന്റെ കാറൊക്കെ ഒപ്പിച്ച് ഞങ്ങൾ ആ പുള്ളീനെയും കൂട്ടി അമ്മയും ഞാനും കൂടി പോയത്. ഓഡീഷന് പോയി, സെലക്ട് ആയി. അപ്പൊ ശരിക്കും ലാൽ ചേട്ടൻ എങ്ങനെയാണ് അത് സെലക്ട് ചെയ്തത്? നമുക്കൊരു ഏകദേശം ഒരു 1 ഇയറോളം ആ ഒരു ഷോ ഉണ്ടായിരുന്നു. അപ്പൊ ഈ 1 ഇയർ മനു വർക്ക് ചെയ്തു അവരുടെ? അത് ഓരോ എപ്പിസോഡ്സ് ഓരോ ടാസ്ക് നമുക്ക് തരും, ഓരോ ആൾക്കാർ ഔട്ടായി പോകും. അങ്ങനെ അവര് ലാസ്റ്റ് എന്തായാലും ദൈവം സഹായിച്ച വിന്നറായി ഡയമണ്ട് നെക്ലസ്. അതാണ് ദൈവം തമ്പുരാൻ നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ക്യാരക്ടർ ഭയങ്കര ഒരു എന്താ പറയാ, ശാലീന് ഒത്തിരി ഒതുങ്ങിയ ഒരു ക്യാരക്ടറാണ് അന്ന് ചെയ്തത്. ബേസിക്കലി അങ്ങനെയാണോ ക്യാരക്ടർ? അങ്ങനത്തെ അതിനകത്തൊരു മണ്ടി പെണ്ണെന്നല്ല, ഒരു ഭയങ്കര ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണല്ലോ. എന്ത് ആൾക്കാർ എന്ത് കള്ളത്തിന് അപ്പുറത്ത് നിന്ന് കാണിച്ചാലും അറിയില്ല. പിന്നെ അങ്ങനത്തെ ഒരു ഇമേജ് അന്ന് എനിക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് വലിയ പാടുണ്ടായിരുന്നില്ല. കാരണം ഞാനും അതേപോലെ ഒരു നാട്ടും പ്രദേശത്ത് നിന്ന് വന്ന ഇങ്ങോട്ട് വെച്ചാൽ മതി. പിന്നെ അത്രയും മതബുദ്ധിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതറിയില്ല. കൂടെ നിന്ന് കള്ളത്തിനൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് പിടിക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ ക്യാരക്ടറിലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. കാരണം ഒറ്റപ്പാലക്കാരൻ കുട്ടീനെയാണ് ഞാൻ കാണിക്കണത്. സോ പത്തനാപുരത്തുനിന്ന് വന്നപ്പോഴത്തേക്ക് ഒരു നാട്ടും പ്രദേശത്തുനിന്ന് വന്ന ഒരു ഉൾക്കൊള്ളാൻ വലിയ പ്രശ്നം ഉണ്ടായില്ല. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ സോഫാർ ഒരുപാട് ക്യാരക്ടേഴ്സ് ഇപ്പൊ ചെയ്തു. അതിനുവേണ്ടി ഇപ്പൊ പ്രിപ്പറേഷൻസ് അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് നോക്കുക അങ്ങനെയൊക്കെ ഉണ്ടോ? ചൂസ് ചെയ്യാനോ? സ്ക്രിപ്റ്റ് വായിക്കാറുണ്ട്. അതുപോലെ എന്തെങ്കിലും എനിക്ക് വേണ്ടിട്ട് പറയുന്ന ക്യാരക്ടറിനെ ചെയ്യാൻ വേണ്ടിട്ട് ഉണ്ടോന്ന് നോക്കാറുണ്ട്. വെറുതെ നമ്മള് അങ്ങനെ ഇഷ്ടമില്ല. സിനിമേന്റെ എണ്ണം വെറുതെ കൂട്ടാൻ വേണ്ടിട്ട് താല്പര്യമില്ല. വളരെ ചെറുത് മതി. പക്ഷെ ഒരു സീനിലോ 2 സീനിലോ ഞാൻ വന്നു പൊക്കോട്ടെ, അതെനിക്കൊരു പ്രശ്നമല്ല. പക്ഷെ ആ ചെയ്യുന്നതിന് എന്തെങ്കിലും ഒന്ന് വേണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമുണ്ട്. ആക്ച്വലി അനുവിന്റെ ഉള്ളില് സ്കൂൾ ടൈമിലായാലും ശരി, എവിടെയെങ്കിലും ഞാൻ എപ്പോഴെങ്കിലും ഒരു ആക്ട്രസ് ആവണം എന്നൊക്കെ ചിന്തിച്ചിട്ടില്ല. ഞാൻ പത്തനാപുരത്തിരുന്ന് എന്ത് ചിന്തിക്കാനാണ്? നമ്മളൊക്കെ സിനിമ കാണുന്ന വ്യക്തികളാണ്. അതെന്തോ ഒരു പക്ഷെ ഇനി പണ്ട് മുതലേ ഞങ്ങൾ അന്നും ഇന്നും ആ സമയത്ത് കാണുന്നത് ഗണേഷ് കുമാറിനെ മാത്രമാണ്. ഗണേഷ് ഏട്ടനെ മാത്രം പുള്ളിന് ഷെയ്ക്കാണ്ടൊക്കെ കൊടുക്കാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ അന്നത്തെ മറ്റേ ദിവസം ഫുൾഫിൽ ആയതുപോലത്തെ ഫീലാണ്. അപ്പോഴൊക്കെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടോ, അയ്യോ ഒരു സിനിമ നടി ആയില്ലെങ്കിൽ എന്താ, അങ്ങനെയൊക്കെ ഉള്ളൊരു സാധനം മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് എനിക്ക് സിനിമ ചെയ്യാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ ഈ ഒരു ഫേമിലോട്ട് വരുമെന്നൊന്നും സ്വപ്നത്തിന്റെ അങ്ങേ കരക്കാണ്. ചിന്തിച്ചിട്ടേ ഇല്ല നമുക്ക് വരണം എന്നോ അല്ലാതെ ഒരു എയിം ഉണ്ടെന്നോ വരണം എന്നുള്ള ആഗ്രഹം. ഞാൻ 10ാം ക്ലാസ് വരെ എനിക്ക് ടീച്ചർ ആവണം. +1 ഞാൻ NCCക്ക് കയറിയപ്പോ എനിക്ക് ആർമി ഓഫീസർ ആവണം എന്ന് മാത്രം ആഗ്രഹിച്ച ആളാ ഞാൻ. പക്ഷെ പിന്നീട് ഈ പറഞ്ഞതുപോലെ ഇങ്ങോട്ടേക്ക് വന്ന് റിയാലിറ്റി ഷോ ചെയ്തും തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ അതിനകത്ത് ഇന്നായതിനു ശേഷം പോലും ആ ഒരു സാധനം തലയ്ക്കകത്ത് കയറിയിട്ടില്ല. കുറെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് തന്നെ തോന്നുന്നു. ഈ റിയാലിറ്റി ഷോ ചെയ്യുന്ന സമയത്തുള്ളിലുണ്ടായിരുന്നോ? ഇല്ല, ചെയ്ത് തുടങ്ങിയ ശേഷമാണ് ഞാൻ എൻജോയ് ചെയ്തിട്ട് ഓക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. നമ്മൾക്ക് തന്നെ ചില കോൺഫിഡൻസ്. കാരണം അതിനു മുമ്പ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ, അറിയില്ലല്ലോ നമുക്കിത് ചെയ്യാൻ പറ്റുമോ. അപ്പൊ ഞാൻ നോക്കുമ്പോൾ സ്റ്റേജ് ഫിയർ ഒന്നും ഇല്ല. അവർ പറയുന്ന ഡയലോഗ്സ് ഒക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവർ പറയുന്ന ഇമോഷൻ വലിയ കുഴപ്പമില്ലാണ്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളൊരു സാധനം. ശരിക്കും ജോസേട്ടൻ ഇത് സെലക്ട് ചെയ്തിട്ട് ഫസ്റ്റ് ജോസേട്ടനായിട്ട് എന്തെങ്കിലും ഡയലോഗ്സ് തന്നായിരുന്നോ ഒന്ന് പെർഫോം ചെയ്യാനായിട്ട്? ഇല്ല, ഒരു 1 ഇയറോളം നമ്മുടെ ഷോ ഉണ്ടല്ലോ. അപ്പൊ പുള്ളി എല്ലാ ദിവസം വന്നിട്ടില്ലെങ്കിൽ പോലും നമ്മുടെ ഓരോ വട്ടത്തെയും പെർഫോമൻസസ് പുള്ളി നോക്കുന്നുണ്ട്. ദെൻ അതിനുശേഷമാണെങ്കിലും ഷോ കഴിഞ്ഞു വിന്നറായിട്ട് അനൗൺസ് ചെയ്തിട്ടാണെങ്കിൽ പോലും ഡയമണ്ട് നെക്ലസ് തുടങ്ങാൻ പിന്നെയും എടുത്തു ഒരു 1.5 വർഷം സമയം. അതിന്റെ ഇടയ്ക്ക് നമ്മൾ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അല്ലാണ്ട് സാറ് വിളിച്ച് നമ്മളെ ഫോളോ അപ്പ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ വേറെ അവസരങ്ങൾ വരുന്നുണ്ടായിരുന്നു. സാർ എന്നോട് അത് ചെയ്തോളൂ എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ലാൽ ജോസ് സാറിന്റെ നായികയായിട്ട് തന്നെ വരണം. കാരണം അത് വെച്ചിട്ടാണ് ഞാൻ ആഗ്രഹം
കണ്ടു തുടങ്ങിയത്. സോ എനിക്ക് ഞാൻ എത്ര വെയിറ്റ് ചെയ്താലും ഞാൻ അതേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് വെയിറ്റ് ചെയ്തത്. പിന്നെ സിനിമ തുടങ്ങുന്നതിന്റെ എന്റെ പോർഷൻസ് തുടങ്ങുന്നതിന്റെ ഒരു 1 വീക്ക് മുന്നേ എന്നെ ലൊക്കേഷനിൽ കൊണ്ടു ചെന്നിട്ട് സാർ എല്ലാം ഇങ്ങനെ കാണിച്ചു തരും, ഇങ്ങനെയാണ് അല്ലാണ്ട് എങ്ങനെയാ നിൽക്കുക. സ്റ്റേജിൽ നമ്മൾ ഒരിക്കലും പെർഫോം ചെയ്തതുപോലെ ആയിരിക്കത്തില്ല നമ്മൾ കോ ആക്ടേഴ്സിന്റെ കൂടെ ഒരു സീനിലേക്ക് വരുമ്പോ. അപ്പൊ അതൊന്നും നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ അന്ന് സമൃദ്ധ ചേച്ചിനെയൊക്കെ കാണുമ്പോൾ നമ്മൾ ഇങ്ങനെ അയ്യോ അവര് മേക്കപ്പ് ചെയ്യുന്നു, അവര് ഹെയർ ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അന്നൊക്കെ അത് ഭയങ്കര അതിശയമാണ്. ഫസ്റ്റ് ടൈം കാണുന്നു അല്ലെ? അപ്പൊ അതിന്റെ ഒക്കെ ഒരു എങ്ങനെയാ ഞാൻ എല്ലാരെയും കണ്ടിട്ട് ഓഡിയൻ ആയിട്ട് അല്ലെങ്കിൽ എന്തോ ഒരു ആരാധികയായിട്ടൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു. കാരണം ഇവരെന്നെ ഫോട്ടോ എടുക്കാൻ വിളിക്കുമ്പോ പോലും ഞാൻ പോവില്ല. ഞാൻ പറയാം അയ്യോ എന്നെ എന്തിനാ, ദുബായിലാണ് ആദ്യത്തെ ഷൂട്ട്. അപ്പൊ അവിടെയുള്ളവർ വന്നിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ നിൽക്കും. ഞാൻ പറയാം അയ്യോ ഞാൻ എന്തിനാ നിക്കുന്നേ. അപ്പൊ ലാൽജോ സാർ എന്നെ വിളിച്ചു പറഞ്ഞു അങ്ങനെ പറയരുത്, കാരണം ഇത് റിലീസ് ആയതിനു ശേഷം നീയും ഇങ്ങനെ തന്നെയാണ്, എല്ലാരും അറിയുന്ന ഒരാളാവും. പക്ഷെ എനിക്ക് അപ്പോഴും ഭയങ്കര ചമ്മലാണ്, എന്നെ ആർക്കും അറിയില്ലല്ലോ, പിന്നെ എന്തിനാ ഇപ്പൊ എന്റെ കൂടെയുള്ള ഫോട്ടോ. ഞാൻ എല്ലാരും ഇങ്ങനെ കണ്ട് അതിശയിച്ച് നിൽക്കുന്ന ഒരു അല്ല ശരിക്കും സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞപ്പോ അപ്പന്റെ അമ്മയുടെ റിയാക്ഷൻ ആയിരുന്നു? രാത്രി 1 മണിക്കോ 2 മണിക്കോ അങ്ങോട്ടാണ് ലാസ്റ്റ് പ്രോഗ്രാം നടക്കണം. ഷോ കഴിഞ്ഞ് ഇറങ്ങി 2 മണിക്കോ മറ്റോ ആണ് അമ്മയെ വിളിച്ചിട്ട് ഞാൻ കേട്ടോ ആരാ ജയിച്ചെന്ന് അറിയോ? അമ്മ ആരാ? ഞാൻ പറ. അതെല്ലാ മക്കളും പറയും, നമ്മളാണെങ്കിൽ അവരെ കൊണ്ടൊന്ന് പറയിപ്പിക്കാനല്ലേ. പക്ഷെ നീയാണോ? ഞാനാ രാത്രി അമ്മയുടെ ഉറക്കവും പോയി. അമ്മ ഹാപ്പി അല്ലേ? ഉറപ്പായിട്ട് ഹാപ്പി. Let's cook with love.